ഡബിൾ ഡ്രം റോളർ റോഡ് പണിക്കെല്ലാം ഈ ഒരു ഓട്ടോമാറ്റിക് പ്ലാസ്മ കട്ടിംഗ് മെഷീൻ വഴിയാണ് പ്രോഡക്റ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റുകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. കമ്പി ബെൻഡ് ചെയ്യുന്നിട്ടില്ലേ സർ? ബെൻഡിങ് മെഷീൻ സർ. കണ്ടില്ലേ, ഇത് വേറൊരു മെഷീനാണ്, CNC സ്റ്റെറാപ്പ്. അതെ, ഇത് ഒന്ന് അഡ്ജസ്റ്റബിൾ സർ, പ്ലസ് ഒന്ന് ക്ലച്ച് ടൈപ്പ് ഇരിക്കും. എങ്ക നിപ്പാട്ടി എങ്ക സ്റ്റോപ്പ്. കോയമ്പത്തൂരിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയിലേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവരുടെ സ്ഥാപനം, ഇവരുടെ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലെ നീലാംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതുപോലുള്ള ട്രോളികൾ ഇവർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിക്വയർമെന്റ് പ്രകാരം നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് ആ ടൈപ്പിൽ ഇവർ പ്രോഡക്റ്റുകൾ ചെയ്തു തരും. അപ്പം ഇവരുടെ ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആ കമ്പനിയുടെ പേര് ES ഇൻഡസ്ട്രീസ് എന്നാണ്. നമ്മൾ കമ്പനിയിലേക്ക് എൻ്റർ ആവാൻ പോവാണ്. ഇത് കണ്ടില്ലേ, വലിയൊരു കമ്പനിയാണ്. ഇവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് വേറെ ചിന്നിയംപാള എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത് പ്രോഡക്റ്റിന്റെ. ഓം പ്രകാശ്, ഓക്കെ, വണക്കം, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങളുടെ പേര്? അക്ഷര, പാലക്കാട് സ്ഥലം അല്ലേ? കുറെ വർഷമായി ഇവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? ഓക്കെ. ഇപ്പൊ കേരളത്തിലുള്ള കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പാലക്കാട് റോഡാണ്, നീലംപൂർ പാലക്കാട് പോണ റോഡ് സൈഡേ തന്നെയാണ് നമ്മുടെ കമ്പനി ഉള്ളത്. ഓക്കെ. അപ്പൊ ഇത് കണ്ടില്ലേ, ESI ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷൻ ഏരിയ ആണ്. നമ്മൾ ഇവരുടെ ചെയർമാൻ ഒന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. അവരുടെ ഓഫീസിലേക്ക് നമ്മൾ എൻ്റർ ആയി. ചെയർമാനോട് നമുക്ക് ഇവിടെയുള്ള നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ചെയർമാന്റെ ഓഫീസാണിത്. ഹായ് മാം, വണക്കം. எப்படி இருக்கு? கோயம்புத்தூர் ES இண்டஸ்ட்ரீஸ் எத்தனை வருஷம் ஆச்சு? வருஷம் 40 வருஷம் ஆச்சு. ஓ, குட் குட். கேரளா சப்ளை இருக்கா? ஆல் ஓவர் கேரளா, ஆல் ஓவர் இந்தியா. வி எக்ஸ்போர்ட் ஆல்சோ நாங்க நல்லா பண்ணிட்டு இருக்கோம் சார். அப்படியே எக்ஸ்போர்ட் இருக்குல? இருக்கு சார். ஓகே. கேரளால எல்லா டிஸ்ட்ரிக்ட்டுக்கும் பண்ணிருக்கு சார். சரி சரி. எல்லா ப்ராடக்ட்ஸுமே in-house production. பில்டிங் கன்ஸ்ட்ரக்ஷனுக்கு தேவைப்படுற அனைத்து சாதனங்களும் ஓனா மேனுஃபேக்சரிங் பண்றோம் சார். ஓகே. மலையாളം അറിയോ? മലയാളം தெரியுதா? കുറച്ച് അണ്ടർസ്റ്റാൻഡ് ആകും സാർ. പേര്? அபிநயா. ஓகே, थैंक यू, ரொம்ப நன்றி. பில்டர்ஸ், கான்ட்ராக்டர்ஸ், அனைத்து அவங்களுக்கு தேவைப்படுற அனைத்து சாதனங்களும் நாங்க இங்க ஓன் மேனுஃபேக்சரிங் பண்ணி தரோம். ഓക്കെ, ரொம்ப നന്ദി, താങ്ക്സ്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഇങ്ങനെയുള്ള ട്രോളീസ് ആണ്. ഇതെങ്ങനെയാണ്, ഇതിന്റെ ഷീറ്റിന്റെ തിക്നെസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? 16 kg ഷീറ്റ് വരും. 16 kg ഷീറ്റ്. ഓക്കെ, നല്ല തിക്നെസ് ലൈറ്റ് ആണ് അല്ലേ? സ്ട്രോങ് ആണ് അല്ലേ? ഹെവി ആയിട്ട് ആണ്. ഇത് നമുക്ക് അവരുടെ റിക്വയർമെന്റ് പ്രകാരം, അവരുടെ കസ്റ്റമൈസേഷൻ പ്രകാരം ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ഇതിന്റെ സൈസ് എങ്ങനെയാ വരുന്നത്? എത്ര ടൈപ്പിൽ വരുന്നുണ്ട്? 3.5 CFD വരും സൈസ്. 3.5 CFD ആണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണെങ്കിൽ ഇത് കുറച്ച് വലുതാണല്ലോ അല്ലേ? ഇത് കുറച്ച് ഹെവി ആണല്ലോ. 4 CFD ആണ്. ഓക്കെ. ഇത് നല്ല ഡ്യൂറേഷൻ കിട്ടും, നല്ല ലൈഫ് കിട്ടും. ഇത് വന്നിട്ട് 16 kg ഷീറ്റ് വരും. ലാഡർ ട്രാലി എന്ന് പറയും. ലാഡർ ലിഫ്റ്റ്, ഏണി ലിഫ്റ്റ് എല്ലാം യൂസ് ചെയ്യുന്ന ട്രാലിയാണ് ലാഡർ ട്രാലി. ഇത് കണ്ടില്ലേ, ഒരുപാട് ടൈപ്സിൽ വരുന്ന ട്രോളീസ് ഉണ്ട്. ഇത് വേറൊരു ഐറ്റം. ഇത് കണ്ടോ, ഇത് എത്രയാണ് വരുന്നത്? സൈസ് എങ്ങനെയാ? ഇത് സെയിം 16 kg ഷീറ്റ് ആണ് വരുന്നത്. മിനി ലിഫ്റ്റ് ഇല്ലേ, മിനി ക്രെയിൻ യൂസ് ചെയ്യുന്ന ട്രാലിയാണ് ഇത്. ഇതിന്റെ പേര് ഹൂക്ക് ട്രാലി എന്നാ പറയുന്നത്. ഹൂക്ക് വെച്ചത് കൊണ്ട് ഹൂക്ക് ട്രാലി. ഇത് പവർ ലിഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അതാണ് ഹൂക്സ് വന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ട്രോളീസ് ഉണ്ട്. നമ്മൾ ഈ ട്രോളിയിൽ തന്നെ നിന്ന് പോയാൽ എല്ലാ പ്രോഡക്റ്റും കവർ ചെയ്യാൻ പറ്റില്ല. ഇത് ബ്ലോക്സിന് വേണ്ടിയിട്ടുള്ളതാണോ? ഹോളോ ബ്ലോക്ക് മെഷീൻ, ഹോളോ ട്രാലി. ഓക്കെ. ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ട്രോളീസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു റെൻ്റൽ ഷോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവിടേക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ റെൻ്റ് ഔട്ട് ചെയ്ത് ഒരു സ്വയം തൊഴിലായിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങളുടെ നാട്ടിലൊരു ഇവരുടെ തന്നെ ഡീലർഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ ഇവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ തന്നെ പേഴ്സണൽ ആവശ്യത്തിനും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ട, ഇത് മൊത്തം ഡബിൾ വീല് വരുന്ന ട്രോളീസ് ആണ്. ഇത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് സിംഗിൾ വീല് വരുന്ന ട്രോളിയാണ്. ഡബിൾ വീലുണ്ട്, സിംഗിൾ വീലുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും നല്ല ഹെവി ഡ്യൂട്ടിയിൽ വരുന്ന 16 kg ഷീറ്റിൽ വരുന്ന ഐറ്റാണ്. നമ്മൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കോൺക്രീറ്റ് മിക്സർ ആണ്. കോൺക്രീറ്റ് മിക്സറിൽ എത്ര ടൈപ്സ് ഉണ്ട് സാർ? 1 ബാഗ് ഉണ്ട്, 3/4 ഉണ്ട്, അര ബാഗ് ഉണ്ട്. ലാഡർ ലിഫ്റ്റ് എഞ്ചിൻ മോഡലാണ്. 10 HP കിർലോസ്കർ എഞ്ചിൻ വരും. ഓക്കെ. പ്ലസ് 3 ഫ്ലോർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് 3 ഫ്ലോർ യൂസ് பண்ணலாம் സാർ. 3 ഫ്ലോർ യൂസ് ചെയ്യാൻ പറ്റും. 54 ഫീറ്റ്സ് പൈപ്പ് കൊടുക്കും. കൊടുക്കും. ഇത് ഹാഫ് ബാഗ് യൂസ് ചെയ്യാൻ പറ്റും മിക്സർ ആണ് അല്ലേ? 6 HP കിർലോസ്കർ എഞ്ചിൻ. ഇതാണെങ്കിൽ ഇലക്ട്രിക് ടൈപ്പ് അല്ല പറഞ്ഞത്? ഇലക്ട്രിക്കൽ സാർ. ഇതും ഹാഫ് ബാഗ് തന്നെ. ഹാഫ് ബാഗ്. ഇത്
3 HP 3 ഫേസ്. ഇത് മില്ലർ മെഷീൻ ആണ്. എഞ്ചിൻ വരും 6 HP കിർലോസ്കർ എഞ്ചിൻ ആണ്. ഓക്കേ, 1 ബാഗ് മെഷീൻ ആണ്. MS drum. ഇത് മുക്കാല് 6 HP കിർലോസ്കർ എഞ്ചിൻ ആണ്. ശരിക്കും ഹാഫ് ബാഗ്, 1 ബാഗ്, മുക്കാൽ ബാഗ്, പിന്നെ അவ்வளவுதான். മൂന്ന് ടൈപ്പാണ്. 3 ടൈപ്പാണ്. പിന്നെ ആപ്പർ മോഡൽ ഉണ്ട്. ആപ്പർ വെച്ച് ഹൈഡ്രോളിക്, നോർമൽ, Power steering, clutch. അതൊക്കെ ആ സൈഡ് ഉണ്ട്. അതും 1 ബാഗ് തന്നെയാണോ? 1 ബാഗ് ആണ്. മുക്കാൽ അറ്റാച്ച് വരൂ സാർ. ഇത് ഓക്കെ. ലാഡർ അറ്റാച്ച് എഞ്ചിൻ വന്നിട്ട് ലാഡർ അറ്റാച്ചിന് 10 HP കിർലോസ്കർ എഞ്ചിൻ, 10 HP കിർലോസ്കർ എഞ്ചിൻ വരും. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു മെഷീൻ കണ്ടില്ല, അത് അവിടെ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ വർക്ക് കൂടി ഈ ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. അതായത് ഡ്യുവൽ പർപ്പസ് ആണ് അല്ലേ? ഓക്കെ. പിന്നെ അതാ ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മെഷീനറീസ് കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ അവൈലബിൾ ആണ്. ഇത് 1 ബാഗ് വിത്തൗട്ട് ടോപ്പർ വരും. 6 HP കിർലോസ്കർ എഞ്ചിൻ ആണ്. 1 ബാഗ് അറ്റാച്ച് ആണ്. 1 ബാഗ് അറ്റാച്ച്, ലാഡർ അറ്റാച്ച്. ഇത് വന്ന് 10 HP കിർലോസ്കർ എഞ്ചിൻ വരും സർ. സർ ഹൈഡ്രോളിക്കിൽ വന്നിട്ട് ക്ലച്ച് മെഷീൻ വരും, ഹൈഡ്രോളിക് നോർമൽ വരും, പവർ സ്റ്റിയറിംഗ് വരും സർ. പാപ്പർ വെച്ചതില് പ്ലസ് അറ്റാച്ചിൽ വന്നിട്ട് 1 ബാഗ് അറ്റാച്ച് വരും, മുക്കാൽ അറ്റാച്ച് വരും സർ. சார் இது வந்து என்னன்னா 3 ஆப்ஷன்ஸ் ஒன்னாவே வெச்சிருக்கோம் சார். ஓகே. ஒன்னு வந்து இது வந்து ட்ரம்ல வந்து மிக்சிங் பண்ணலாம். ஓகே. ஹைட்ராலிக் சிஸ்டம் இருக்கு. ஹைட்ராலிக் சிஸ்டம் இருக்கு. ஆமா. ஓகே. ஹைட்ராலிக் இருக்கிறதால ட்ரம்ல மெட்டீரியல் போட்டு அன்லோட் பண்ணி மிக்சிங் பண்ணிக்கலாம். ஓகே. மூணாவது ஆப்ஷன் வந்து லேடர் அட்டாச் பண்ணி இருக்கோம். லேடர் வந்து 3 ஃப்ளோர் வரைக்கும் வேலை செய்யும். ஓகே ஓகே ஓகே. அதாவது மூணுமே ஆப்ஷன்ஸ் இருக்குல்ல? ஆமா. ஆட்டோமேட்டிக் அதுவே எடுத்து உள்ள கொட்டிக்கும், டவுன் ஆயிடும், மிக்ஸ் பண்ணி ட்ரம்ல கொட்டும், ட்ரம்ல இருந்து மேல லிஃப்ட்ல எடுத்துட்டு போயிட்டு கொட்டிட்டு ரிட்டர்ன் வரும். ஓகே. இது வந்து 10 HP கிர்லாஸ்கர் இன்ஜின் ஃபிட் பண்ணி கொடுப்போம். ஓகே ஓகே ரைட். ரொட்டேஷன் நல்லா இருக்கும் சார், நல்லா யூஸ்ஃபுல்லா இருக்குது. ஓகே சார் இது வந்து மணல் ஜல்லிக்கிற சாண்ட் சீவர் சார். ஓகே. வைப்ரேட்டர் சாண்ட் சீவர். ஓகே. அது மேலே மணல் போட்டு கீழே ஜல்லிடில் வைப்ரேட்டரில் அழகாக கீழே ஃபில்டர் ஆகிடும். ஓகே ஓகே. யூஸ் பண்ணிக்கலாம். அதுக்கப்புறம் வந்து ஆயிஸ்டிங் 1 டன், ½ டன் ஆயிஸ்டிங் இருக்குங்க சார். ஓகே. 1 டன் வரைக்கும் மெட்டீரியல் வந்து 100 அடி வரைக்கும் எடுத்துகிட்டு போகலாம், 150 அடி எடுத்துகிட்டு போகலாம். ஓகே ஓகே. അതും അതേപോലെ സാർ വെയിറ്റ് രണ്ടുമേ മണലരിക്കുന്ന മെഷീൻ കണ്ടില്ലേ? അടിപൊളി. ഓക്കെ. இது 1 டன், ½ டன் ஆயிஸ்டிங் சார். ஓகே ஓகே. இது 100, 150 வரைக்கும் ஹைட் எடுத்துகிட்டு போகலாம், எடுத்துகிட்டு வரலாம். லிஃப்டிங் பர்பஸ். ஓகே ஓகே. 100 ஃபீட்டு, 150 ஃபீட்டு எவ்வளோ வேணால் அதுக்கு தகுந்தாப்புல நம்ம மாடிஃபை பண்ணிக்கலாம், கஸ்டமைஸ் பண்ணலாம். ஓகே ஓகே. இது 1 டன் எடுக்கும், இது ½ டன் எடுக்கும். ஓகே சார் இது பேர் வந்து காலம் லிஃப்ட்டு. எந்த இடத்துல வேணால் நம்ம மூவ் பண்ணிக்கலாம். மிக்ஸ் பண்ண மெட்டீரியல் இதில் அன்லோட் பண்ணி மேலே எடுத்துகிட்டு போயிட்டு நம்ம 15 அடி 20 அடி ஹைட்டில் இருந்து காலத்துக்குள்ளே பேக்கிங் பண்ணிவிட்டு கன்ஸ்ட்ரக்ஷன் முடிச்சுட்டு வரலாம் சார். ஓகே. அப் அண்ட் டவுன் எங்கே வேணால் போகலாம், வரலாம், லெஃப்ட்டு ரைட்டு மூவ் பண்ணலாம். இதே போல் இந்த இது பார்த்தீங்களன்னா இந்த ப்ளூ கலரில் இருக்கிறது வந்து ஷூட்டுன்னு சொல்லுவாங்க சார். இந்த ஷூட்டு வந்து நம்ம பொசிஷன் தகுந்தபடி யூஸ் பண்ணிக்கலாம், டவுன் பண்ணிக்கலாம், அப் பண்ணிக்கலாம், எது வேணால் பண்ணலாம், அந்த அளவுக்கு யூஸ் பண்ணலாம் சார். இது ஓகே. இது பேர் வந்து ஃபுல்லாக காலம் பாக்ஸ், காலம் பாக்ஸ் லிஃப்ட். ഇത് വന്നിട്ട് ക്വാർട്ടർ ബാഗ് വരും, 2 HP സിംഗിൾ ഫേസ്, സ്റ്റെയറിംഗ് മോഡലാണ്, 7 ചട്ടി പിടിക്കും, 1/4 ബാഗ് മെഷീൻ ആണ്. ഇത് വന്നിട്ട് ഹാൻഡ് മിക്സർ ആണ്, 2 HP സിംഗിൾ ഫേസ്, 7 സെറ്റി പിടിക്കും. 7 സെറ്റി വന്നാൽ 1/4 ബാഗ് മെഷീൻ പിടിക്കും. നിങ്ങൾക്ക് മോട്ടറിൽ യൂസ് ചെയ്യാം, മാനുവലായി യൂസ് ചെയ്യാം. പിന്നാടി കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് നടക്കും. 1 ബാഗ് വിത്തൗട്ട് ടോപ്പർ ആണ്, 6 HP കിർലോസ്കർ ഡീസൽ എഞ്ചിൻ ആണ്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഓപ്പറേറ്റ്. നമ്മളങ്ങനെ ES ഇൻഡസ്ട്രീസിന്റെ വേറെ ഒരു ഷോറൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എവിടെയാണ് ലൊക്കേഷൻ? ചിന്നിയംപാളയം അല്ലേ? ഓക്കെ. ഇവിടെ വേറെ നമ്മൾ അവിടെ കാണാത്ത മെഷീൻ ഉണ്ട്. ഗിയർ മിക്സർ. ഇതെന്താണ്, ലിഫ്റ്റിംഗ് ആണോ, പവർ ലിഫ്റ്റിംഗ് ആണോ? നമ്മളങ്ങനെ ES ഇൻഡസ്ട്രീസിന്റെ വേറെ ഒരു ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണുള്ളത്? നമ്മൾ അവിടെ കണ്ട പ്രോഡക്റ്റ് തന്നെയാണോ? അല്ല, അതെ, ഇവിടെ ഇമ്പോർട്ടഡ് മെഷീൻ ആണ്. ബെൻഡിങ് മെഷീൻ, കട്ടിംഗ് മെഷീൻ, അതൊക്കെ ഉള്ളിലുണ്ടാവും സാർ. ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട്. ഇമ്പോർട്ട്. ഇതെന്ത് മെഷീനാണ്? പഞ്ചിങ് മെഷീൻ സാർ. പഞ്ചിങ് മെഷീൻ ആണ് അല്ലേ? 6 or 7 ടൈപ്പ് ഓഫ് പഞ്ച് பண்ணும். ഇതില് 6-7 ടൈപ്പ് പഞ്ച് ചെയ്യാൻ പറ്റും. പഞ്ച് பண்ணும் சார். ഓക്കെ. தனித்தனியா 1 2 3 4 5 അതുപോലെ எல்லாமே വർക്ക് பண்ணும். ഡിഫറെന്റ് ഓഫ് വർക്കേഴ്സ്. ഇതോ ടൈൽ ഫിനിഷർ. ഓക്കെ. ടൈൽസ് ക്ലീൻ ചെയ്യുന്ന, പോളിഷ് ചെയ്യുന്നതാണ് അല്ലേ? പോളിഷ് മെഷീൻ. ഓക്കെ. ഇത് നമ്മളെ കമ്പി ബെൻഡ് ചെയ്യുന്ന മെഷീൻ അല്ലേ? ബെൻഡിങ് മെഷീൻ അല്ലേ? ബെൻഡിങ് മെഷീൻ. ഓക്കെ. ദാ ഈ സൈഡ് കണ്ടില്ലേ, ഇവിടെയും ഒരുപാട് ബെൻഡിങ് മെഷീൻ അവൈലബിൾ ആണ്. 6 മുതൽ 16 mm വരെ ഇതിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് സെയിം ആണോ? ഇത് രണ്ട് സെയിം ആണോ? ഡിജിറ്റൽ സെയിം.
ഇത് രണ്ടും സെയിം ആണ് അല്ലേ? മെക്കാനിക്കൽ ആൻഡ് ഡിജിറ്റൽ. ഇത് മെക്കാനിക്കൽ, ഇത് ഡിജിറ്റൽ. ഓക്കെ. ഡിജിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കട്ട് ചെയ്തു അങ്ങനെയാണ് അല്ലേ? ഇതിന്റെ ഡിസ്പ്ലേ ആണല്ലേ ഇത്? പല തരത്തിലുള്ള ലിഫ്റ്റിംഗ് മെഷീൻസ് ഉണ്ട്. ഈ സാർ ഇത് വന്നിട്ട് ഓപ്പൺ ടൈപ്പ് ലിഫ്റ്റ്, 6 mm റോപ്പ് വരും, 6 ഫ്ലോർ യൂസ് ചെയ്യാം സർ. 6 ഫ്ലോർ താഴെ ലിഫ്റ്റ് ചെയ്ത്. അതെ അതെ അങ്ങനെ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? இது வந்து அட்ஜஸ்டபிள் சார். ஓகே. ப்ளஸ் வந்து கிளட்ச் டைப் இருக்கும், எங்க நிப்பாட்டி எங்க ஸ்டாப் பண்ணாலும் நிற்கும் சார் இது. ஓகே ஓகே. ஹைட்டு நிப்பாட்டலாம், க்ளோஸ் பண்ணலாம், அது போல அட்ஜஸ்டபிள் இருக்கு. ஓகே. இதுலயும் நம்ம மேலே கீழே லென்த்தியாகவும் யூஸ் பண்ணிக்கலாம். 250 kg கெபாசிட்டி வரும், 6 mm ரோப் வரும் சார். ஓகே. പ്ലസ് 30 മീറ്റർ റോപ്പ്, 100 അടി റോപ്പാണ്. 6 ഫ്ലോർ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ക്ലച്ച് മോഡലാണ്, ക്ലച്ച് മോഡൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണെങ്കിൽ ഇത് വന്നിട്ട് നോർമൽ തന്നെയാണ്, എല്ലാമേ സെയിം. സെയിം സ്പെക്ക് എല്ലാമേ സെയിം ആണ്. 6 ഫ്ലോർ യൂസ് ചെയ്യാൻ നോർമൽ തന്നെയാണ്. ഓപ്പൺ ടൈപ്പ് ലിഫ്റ്റ് വരുന്നത്. ഓക്കെ. ഈ ലിഫ്റ്റ് വന്നിട്ട് നമ്മുടെ ESA മേക്ക് ആണ്, നമ്മുടെ കമ്പനി മേക്ക് ആണ്. ഓക്കെ. ഇത് 2 HP സിംഗിൾ ഫേസ് വരും. ഓക്കെ. റോപ്പ് വന്നിട്ട് 8 mm സ്റ്റീൽ റോപ്പാണ്. ഓക്കെ ഓക്കെ. പ്ലസ് 250 kg കപ്പാസിറ്റി, 360 ഡിഗ്രി ഫുൾ റൊട്ടേഷൻ വരും. ഓക്കെ ഓക്കെ റൈറ്റ്. 6 ഫ്ലോർ യൂസ് ചെയ്യാം സാർ. ഇതും സെയിം ആണ്, സെയിം ഡീറ്റെയിൽസ് ആണ്, കളർ മാത്രം തന്നെ ചേഞ്ച് ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഏതാണ്? ഇത് വന്നിട്ട് ഗിയർ മിക്സർ ആണ്. ഓക്കെ. 1.5 HP വരും, 1.5 HP സിംഗിൾ ഫേസ് ആണ്. ഓക്കെ ഓക്കെ. 7 ചട്ടി പിടിക്കും, കാൽ ബാഗ് മെഷീൻ ആണ്. 7 ചട്ടി കാൽ ബാഗ് അല്ലേ? കാൽ ബാഗ്. ഇത് ശരിക്കും ഒരാൾക്ക് ഇങ്ങനെ ട്രോളി ടൈപ്പ് ഉന്തിക്കൊണ്ട് പോകല്ലേ? പൊന്തിക്കാൻ പറ്റും സാർ. മാടിയിലെല്ലാം നമ്മൾ യൂസ് ചെയ്യാം സാർ, 2 പേര് വെച്ച് മാടിയിൽ ഫ്ലോർ വരെ, 1 ഫ്ലോർ 2 ഫ്ലോർ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ. നല്ല ക്വാളിറ്റിയാണ്, ഓൺ മേക്ക് ആണ് സാർ. സർവീസ് എല്ലാമേ നല്ല ഗുഡ് സർവീസ് ആണ്. ഓക്കെ. ഇത് സിമെന്റ് മിക്സർ സാർ. ഓക്കെ. 1 HP മോട്ടർ വരും, സെയിം കാൽ ബാഗ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പി ബെൻഡ് ചെയ്യുന്നിട്ടല്ലേ സാർ? ബെൻഡിങ് മെഷീൻ സാർ. ഇത് വന്ന് 32 mm വരെ ബെൻഡ് ചെയ്യാം. ഓക്കെ. ഇത് 36 mm വരെ ബെൻഡ് ചെയ്യാം. ഇത് 32 വരെ ബെൻഡ് ചെയ്യാം. ഇത് 36 അല്ലേ? 36. ഇതാണെങ്കിൽ ഇത് 16 16 mm. ഇത് വന്ന് ഡിജിറ്റൽ ടൈപ്പ് ആണ്, നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ അത് കട്ടിംഗ് മെഷീൻ സാർ. ഇവിടെ വേറെ മെഷീനറീസ് ഉണ്ട്. ഇത് കട്ടിംഗ് മെഷീൻ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതും കട്ടിംഗ്. ഇതെന്താണ്? ഇത് കട്ടിംഗ് മെഷീൻ ആണ്. അല്ല ഇത് ഡബിൾ ഡ്രം റോളർ ആണ്. ഓക്കെ ഓക്കെ. കൺസ്ട്രക്ഷനിലൊക്കെ യൂസ് ചെയ്യും, റോഡ് പണിയുടെ സമയത്തൊക്കെ. ഓക്കെ. ഇതേതാണ്? സ്കഫോൾഡിംഗ് ലിഫ്റ്റ്. ഓക്കെ. 300 kg വരും സർ. 300 kg ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ആളുകൾക്ക് പണി ചെയ്യാനൊക്കെ യൂസ് ചെയ്യില്ലേ, കൺസ്ട്രക്ഷൻ വർക്കിന്റെ സമയത്തൊക്കെ? ഈസിയാണ് സർ. ഇതിലെ പെയിന്റിങ്, സീലിംഗ് വർക്കിനൊക്കെ യൂസ് ചെയ്യല്ലേ? അതിനല്ലേ മെയിൻ ആയിട്ട് ഇതിന്റെ പർപ്പസ്? ആള് നിന്ന് നമ്മൾ മേലെ പോയി വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മെഷീനറീസ് ചെയ്യുന്ന ഒരു ടീമാണ് ESI ഇൻഡസ്ട്രീസ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് ഇവരുടെ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യിച്ചിട്ടും ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടും ക്വാളിറ്റിയും ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് അറിയാൻ പറ്റും. അതിനുള്ളൊരു വലിയൊരു ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതാ ഈ സൈഡിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഈ ഒരു ഏരിയയിലൊക്കെ? ഓക്കെ. ഇത് വേറൊരു മെഷീനാണ്, CNC സ്റ്റെറാപ്പ്. അതായത് കമ്പി റിങ് വളയ്ക്കുന്ന മെഷീനാണ് അല്ലേ? കൺസ്ട്രക്ഷൻ യൂസ് തന്നെ, ഫുൾ ആൻഡ് ഫുൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാനാണല്ലേ? അപ്പം ഇനി നമുക്ക് ഫാക്ടറിയിൽ പോയിട്ട് അവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ബാക്കിയുള്ളതൊക്കെ കാണിക്കല്ലേ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് റോ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടുന്ന് നടക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കംപ്ലീറ്റ് റോ മെറ്റീരിയൽ ഇവിടുന്ന് കട്ട് ചെയ്യും, സൈസ് വൈസ് കട്ട് ചെയ്യും. ഇനി നമുക്ക് ഫാക്ടറിന്റെ ഉള്ളിലേക്ക് പോയി നോക്കട്ടോ. വലിയ ഫാക്ടറിയാണ്, ഒരുപാട് ഏരിയയിലുണ്ട്. ഇവിടെ എന്താണ്? മിനി ലിഫ്റ്റ്. ഓക്കെ ഓക്കെ. മിനി ലിഫ്റ്റ് 6 ഫ്ലോർ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ ഓക്കെ. 70 feet 80 feet പോകും. അவ்வளோതാ. ശരി ശരി. അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരും. ഓക്കെ ഓക്കെ. ഈ ഒരു ഏരിയയിൽ മൊത്തം മിനി ലിഫ്റ്റിങ്ങിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് എഞ്ചിൻ ലിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഏതാ ഇവിടെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് പ്ലാസ്മ കട്ടിംഗ്. നമ്മൾ നേരത്തെ കണ്ട ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല വേസ്റ്റേജ് ഇല്ലാതെ നല്ല അടിപൊളി കട്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക് പ്ലാസ്മ കട്ടിംഗ് മെഷീൻ. ഈ ഒരു സെക്ഷൻ മൊത്തം വെൽഡിംഗ് ആണ്. വിശാലമായി കിടക്കുന്ന ഫാക്ടറിയാണ്.
കാസ്റ്റിംഗ് ഡ്രമ്മാ? ഓക്കെ, ഡ്രംസ് ആണ് ഇത് മൊത്തം. Cones. ഇത് കണ്ടില്ലേ, ഇതെന്നാ കോൺ കോൺസ്. ഓക്കെ ഓക്കെ, ഈ സൈഡിലേക്ക് കോൺസ്. ഇത് അവിടെ ഫിറ്റിംഗ് ആണ്, കണ്ടില്ലേ. ES ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്, വലിയ യൂണിറ്റ് ആണ്, കണ്ടില്ലേ എത്ര ഹ്യൂജ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ ഫിറ്റിംഗ്സിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റിംഗ് 1 ബാഗ് ടോട്ടൽ ഫാബ്രിക്കേറ്റ്. ഓക്കെ ഓക്കെ, കോൺക്രീറ്റ് മിക്സിംഗ് മെഷീന്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു സെക്ഷനിൽ. പിന്നെ ഇവിടെയും ഒരു ഐറ്റം ഫിനിഷ്ഡ് ആവാനുണ്ട്. ഫാബ്രിക്കേറ്റ് ആൻഡ് ഫിനിഷിംഗ്. നമുക്ക് ഉള്ളിലേക്ക് ജസ്റ്റ് പോയി നോക്കട്ടോ. നല്ല സൗണ്ട് ഉണ്ട്, ഞാൻ നല്ല സൗണ്ട് എടുത്താണ് സംസാരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലോണം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇത് കണ്ടില്ല, ഇതാ ഇവിടുന്ന് തൊട്ട് അങ്ങനെ ലാസ്റ്റ് വരെ പ്രൊഡക്ഷൻ ഏരിയ ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലുണ്ട്, ഇതിന്റെ മുകളിലാണ് ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ എന്താണ് മിനി ലിഫ്റ്റ് മാനുഫാക്ചറിങ്. ഓക്കെ ഓക്കെ, ഇതാ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിനി ലിഫ്റ്റിങ്ങിന്റെ മാനുഫാക്ചറിങ് ആണ്. നല്ല സൗണ്ട് ഉണ്ട്, ഇതുണ്ടോ ലിഫ്റ്റിങ്ങിന്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതായത് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിൽ A to Z നമ്മുടെ ES ഇൻഡസ്ട്രീസിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അവിടെ സ്റ്റോറാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ എന്താണ് ലേത്ത് വർക്ക് അല്ലേ? ആ, ഇത് കണ്ടോ ഇവിടെ ലേത്ത് വർക്കാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കണ്ടോ ഇവരുടെ ലേത്ത് വർക്കിന്റെ ഏരിയ ആണ് ഇത് മൊത്തം. നിങ്ങളുടെ നാട്ടിലെ ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, ഇനിയിപ്പം ഡീലർഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ഈ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് സെൽഫ് യൂസിന് പ്രോഡക്റ്റ് ആവശ്യമുണ്ട് എങ്കിലും നിങ്ങൾക്ക് ES ഇൻഡസ്ട്രീസിൽ വരാം. നേരിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ ഇവരുടെ നമ്പർ, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. നല്ല നോയ്സ് ഉണ്ട്. ഇതാ മുപ്പര് കാര്യപ്പെട്ട പണിയിലാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ജറൂറാക്കി വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഈ പുള്ളിക്കാരനും നല്ല തൊഴിലാളികളൊക്കെ നല്ല ആത്മാർത്ഥമുള്ള പണിക്കാരാണ്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. സ്വയം തൊഴിലായിട്ട് നോക്കുന്ന ആളുകൾക്കും പുതുതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറിയിൽ നേരിട്ട് വന്നിട്ട് സെൽഫ് യൂസിന് പർച്ചേസ് ചെയ്യാനാണെങ്കിലും അതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.